ഇല്ല മുതലാളി. മുതലാളി ഓടാ. മുതലാളി എടോ മാത്തച്ഛ എന്നായി കാണിക്കുന്നേ? എന്നാ എന്താ മുതലാളി, എന്നാ പറ്റി? എന്ത് പറ്റിയെന്നോ? തായത് കണ്ടില്ലയോ? മാത്തച്ഛ ഇത് എന്നാ വെട്ടാ വെട്ടുന്നേ? ഇങ്ങനെ ചങ്കി കൊള്ളുന്നമാര് കത്തി വെച്ചാലേ മരം കുമ്പളയ്ക്കും. പിന്നെ ഇത് അടുപ്പിൽ വെക്കാനേ കൊള്ളത്തുള്ളൂ. ഹോ, തക്ക സമയത്ത് ഞാൻ വന്നാ നന്നായി. എടോ സക്കറിയ, ഇതാണ് അവന്റെ സ്ഥിരം പരിപാടിയെങ്കിൽ നാളെ മുതൽ വേറെ പണിക്കാരനെ അന്വേഷിക്കേണ്ടി വരും. ചതിക്കല്ലേ മുതലാളി, എന്റെ കുടുംബം പട്ടിണിയായിപ്പോ. അവനൊരു പാവമാ മുതലാളി, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കും. ആന്നോടോ? തനിക്കത് പറയാം. ഒരു റബ്ബർ മുതലാളിയുടെ വേദന തനിക്കറിയത്തില്ല. ഒരു റബ്ബർ മരം വീണ ആഗോള റബ്ബർ മുതലാളിമാരുടെ ഒരു യുഗം നഷ്ടപ്പെടുമെന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ എവിടെയോ നടന്ന കോൺഫറൻസിൽ കഴിഞ്ഞ മാസം പറഞ്ഞത്. അതുകൊണ്ട് മാത്തച്ഛ നീ കത്തി വെച്ചോ, പക്ഷെ ഇത് റബ്ബറിന്റെ കണക്കിലാവരുത്. ഇനി ആവർത്തിക്കരുത്. മാറ്റോട് തന്റെ കൊടയും പടിയും. എടോ അല്പന്മാരല്ലാതെ ഏതെങ്കിലും മുതലാളിമാർ റബ്ബർ തോട്ടത്തിൽ കൊടയും പിടിപ്പിച്ച് നടക്കൂടോ? അതില്ല. അപ്പൊ താൻ എന്നെ അല്പനാക്കിയല്ലേ? അയ്യോ അല്ല മുതലാളി. എന്നത്ത നാളെ മുതല് ഈ പണിക്ക് വരണ്ട മുതലാളി. ഓടാ വേണ്ടാം കോളാമ്പി. എത്തിയോ? ആ, നീ പാല് ട്രേയിൽ ഒഴിച്ചു വാ. ശരി അപ്പച്ച. ആ, സൂക്ഷിച്ചു കൊണ്ടുപോണം. എന്നാത്തിനാടോ കൊച്ചി ഇറക്കണ ഈ വെളുപ്പാങ്കാലത്തിട്ട് കഷ്ടപ്പെടുത്തുന്നേ? കഷ്ടപ്പാടോ? അവനെ ഈ സക്കറിയുടെ മോനാ. ഇവനേക്കാ ചെറുപ്പത്തില് വെളുപ്പിന് എന്റെ അപ്പച്ചന്റെ കൂടെ പണിക്ക് ഇറങ്ങിയതാ ഞാൻ. ജോ ജോ